ഹലോ. അപ്പോൾ ഞങ്ങളിന്നൊരു ഇടം വരെ പോകാൻ ഇറങ്ങിയതാണ്. ഞാനും ഉണ്ട്, ചേച്ചിയുടെ മോനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വേറെ എങ്ങുമല്ല, അമ്മച്ചിക്ക് ഇന്ന് വീൽ ചെയർ കിട്ടും. അപ്പോൾ വില്ലേജിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും വീൽ ചെയർ മറ്റേ വില്ലേജിൽ വെച്ചല്ല, വില്ലേജിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ഒരു ഹാളുണ്ട് കേട്ടോ, ഒരു ഓപ്പൺ ഹാളുണ്ട്. അവിടെ വെച്ചാണ് ഇതിൻ്റെ വിതരണമൊക്കെ നടക്കുന്നത്. അപ്പോൾ വീൽ ചെയറൊക്കെ റെഡി ആയിട്ടുണ്ട്, ആൾക്കാരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മെമ്പർ എത്തിയിട്ടില്ല, അപ്പോൾ അത് കാരണം വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ചെന്ന് നമ്മുടെ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പേര് എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഒപ്പിട്ട് കൊടുത്ത്. അപ്പോൾ ഇതാട്ട കാട്ടിക്കുളം, ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ കാട്ടിക്കുളം എന്നാണ്. അവിടെ ഒരു കുളം കണ്ട നല്ല ഭംഗിയില്ലേ. അപ്പോൾ ആ മെമ്പറൊക്കെ വന്നിട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ തന്നെ ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ്. വേറെ പറഞ്ഞാൽ ഒരുപാട് പ്രസംഗവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചടങ്ങും പിന്നെ 2 വാക്ക് സംസാരിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ സാധനങ്ങളെല്ലാം അവിടെ വെച്ച് തന്നെ ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സഹായ ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പുതിയ ഭരണസമിതി കയറിയ സമയത്തുള്ള ജനുവരിയിൽ നമ്മൾ പൂനമ്മാവിൽ വെച്ച് നടത്തിയ ക്യാമ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എല്ലാം ചേർന്നുകൊണ്ട് വയോജനങ്ങൾക്കും അതുപോലെ ഭിന്നശേഷിക്കാർക്കും കുറച്ച് ഉപകരണങ്ങൾ തരുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് പറഞ്ഞു, നമ്മുടെ സ്വന്തമായിട്ട് തരുന്ന ഇത് പലപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ചില സാധനങ്ങൾക്ക് നമുക്ക് വലിയ ഇതുണ്ടാവില്ല. പക്ഷെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അപ്പോൾ ആദ്യത്തെ ഉദ്ഘാടനം ഒരു ചേട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ്റെ മോനാണ് കിട്ടണത്. പക്ഷേ ആ കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റാഞ്ഞത് കാരണം ആ ചേട്ടനാണ് വന്നേക്കുന്നത്. അങ്ങനെ ആ ചേട്ടന് കിട്ടി. രണ്ടാമത് ഒരു കൊച്ചിനായിരുന്നു കേട്ടോ, ഒരു ചെറിയൊരു പെൺകൊച്ച്. കൊച്ച് നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ ചേട്ടൻ ഇങ്ങനെ എടുത്തുകൊണ്ടാണ് വന്നേച്ചത്. അപ്പോൾ ആ കൊച്ചിനെ കിട്ടി. പിന്നെ മൂന്നാമത് കിട്ടിയതാട്ടാ, ഞങ്ങളെയാണ് വിളിച്ചത്. അപ്പോൾ അമ്മയ്ക്കാണ് കിട്ടിയത്. അമ്മച്ചിനെ കൊണ്ടുപോകാൻ പറ്റൂലായിരുന്നു, അമ്മച്ചിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാണ് അമ്മച്ചിനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് വീൽ ചെയർ അപ്പോൾ ഞാനാണ് കേട്ടോ പോയി വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങളത് വീൽ ചെയറൊക്കെ കിട്ടി. അപ്പോൾ ഇതാട്ടാ അമ്മച്ചിക്ക് കിട്ടിയ വീൽ ചെയർ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്ന്. അപ്പോൾ വീട്ടിലെത്തി അമ്മച്ചിനെ അതിനകത്ത് ഇരുത്തി. അപ്പം ഞാൻ അമ്മച്ചിനോട് ചോദിച്ചു, അമ്മച്ചിക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളതെന്ന് ചോദിച്ചു. സന്തോഷമായെന്ന് ചോദിച്ചു. വളരെ സന്തോഷം, എല്ലാവർക്കും നന്ദി. ഇത് തന്നതിൽ എനിക്ക് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. സന്തോഷമായി, ഞാൻ വിഷമിക്കുന്നുണ്ട്. അപ്പം സന്തോഷമായി, എനിക്ക് സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യാനും മറക്കല്ലേ.